ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒത്തിരി ദിവസമായാലും നമ്മളിങ്ങനെ കണ്ടിട്ട് ഒരു ഏകദേശം ഒരു 3 മാസമായെന്ന് തോന്നുന്നല്ലേ എന്ന് പറഞ്ഞാൽ യൂണിഫോമിലല്ലേ. എന്താണെന്നറിയോ, എനിക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റാണേ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇത്രയും ദിവസം എനിക്ക് ഏകദേശം 1 മന്തായിട്ട് എനിക്ക് 2 o'clock ആഫ്റ്റർനൂൺ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു 10-12 ദിവസം സുഖമില്ലാതെ കിടന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ശരിയായിട്ട് മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലേറ്റായതുകൊണ്ടേ മുഖം കഴുകി അങ്ങനെയോ ഓടി വന്നു. അവിടെ ചെന്നിട്ട് എന്തിലൊക്കെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് 5 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അലാറം ഒക്കെ ഇട്ടിട്ട് പിന്നെയും കിടന്നു. 7 മണി വരെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു 10:30 ആയപ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അതിനകത്ത് നമ്മുടെ രേണു ഉള്ളതുകൊണ്ട് കാണുന്ന രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് അല്ലേ. ഒന്നും വിചാരിക്കില്ല കേട്ടോ, പാവമല്ല, അതെങ്കിലും ജീവിച്ചു പോട്ടെ. അപ്പം അങ്ങനെ കണ്ട് ഉറങ്ങിയപ്പോൾ ഏകദേശം 11 മണിയായി. കതച്ചോണ്ടിരിക്കുന്നു. അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ. 8 മണിയാകുമ്പോൾ എനിക്ക് അവിടെ എത്തേണ്ടതാ. എന്നിട്ട് പെട്ടെന്ന് എണീറ്റ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി. പിന്നെ എൻ്റെ കൂടെ എന്താ ഉണ്ടാക്കിയെന്നറിയോ? പപ്പടം പൊള്ളിച്ചു. അപ്പം ഞാൻ ഈ 10-12 ദിവസം ഒരു ഫുഡും ശരിക്കും കഴിച്ചിട്ടില്ല കേട്ടോ. കത്തിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം ഈ 10-12 ദിവസം എന്തെന്നറിയോ, ഞാൻ രാവിലെ എണീക്കാൻ വയ്യ, രാത്രി ഉറക്കമില്ല, ചുമച്ച് ഈ അടിവയറിനും ചെസ്റ്റിനും ഭയങ്കര വേദന. ടാബ്ലറ്റ് എടുത്തുക്കൊന്നുണ്ട്, എന്നാലും ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ടൈഫോയിഡ് വന്നായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഞാൻ ടയേർഡും ഇത്രയ്ക്ക് ഇനി ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ എന്ന് രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും, പക്ഷേ അതിന് ടേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. അയ്യോ ഭയങ്കരമായിരുന്നു കേട്ടോ 12 ദിവസം. അതുകൊണ്ടാണ് അധികം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നത്. ഒരേ ഒരു വീഡിയോയാണ് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇട്ടെന്ന് എനിക്ക് തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കധികം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് റെസ്റ്റ് കിട്ടും. എന്നോട് പോയി പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഏനപ്പേ ഇവിടെ വഴക്ക് ജകള ബാ ഏനോ ഈ കോമ. അപ്പം ഞാനുണ്ടല്ലോ ഫാസ്റ്റ് നടക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി വന്നു കേട്ടോ. പതുക്കെ നടന്ന് വന്ന് ഇവിടെ വന്ന് റെഡിയായി കണ്ടോ. സോക്സ് ഇടാൻ വന്നിരിക്കുന്ന ഭയങ്കര ടയേർഡ്. ഡ്യൂട്ടി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പോകുന്ന വഴിക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന വീഡിയോ നിങ്ങളെ ഞാൻ വീഡിയോ എടുത്തായിരുന്നല്ലോ. എന്താണെന്നറിയോ ഒരു സംഭവം, ഞാൻ റെഡിയൊക്കെ ആയിട്ട് ഞാനിവിടെ നേഴ്സ് സ്റ്റേഷൻ ഇരിക്കുമ്പോൾ ഉണ്ട് ഡ്യൂട്ടി ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ ഡ്യൂട്ടി ലിസ്റ്റ് കണ്ടില്ല, കാരണം എനിക്ക് നൈറ്റ് കഴിഞ്ഞാൽ ഇനി മോർണിംഗ് ഷിഫ്റ്റ് വരണം. അപ്പം കഴിഞ്ഞ മാസം ഫുള്ള് ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ആക്ച്വലി ഇന്ന് തൊട്ട് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ് വരേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും മോർണിംഗ് ഷിഫ്റ്റാണെന്ന് വിചാരിച്ച് ഞാൻ വലിയ റെഡിയായി ഓടി. നിങ്ങൾ കണ്ടതല്ലേ, ഓടി അവിടെ ചെന്നാൽ റെഡിയായി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീക്ക് അവൻ പറഞ്ഞു, അയ്യോ സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ആഫ്റ്റർനൂൺ അല്ലേ? പിന്നെ എനിക്ക് ആഫ്റ്റർനൂൺ ഒന്നുമല്ല, എനിക്ക് മോർണിംഗ് ഷിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വലിയ ഗമയ്ക്ക് ഇരിക്കുക, റെസ്റ്റ് എടുക്കുക, കാരണം അത്ര ഓടിപ്പോയതല്ലേ. അത് കഴിഞ്ഞ് ഡ്യൂട്ടി ലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് 2 o'clock ഡ്യൂട്ടി. എനിക്ക് കരച്ചിലും വന്നു, ദേഷ്യവും വന്നു, അത്ര ദൂരം പോയതല്ലേ. ആക്ച്വലി എൻ്റെ റൊട്ടേഷൻ ഇതാണ് വരേണ്ടത്. എന്നിട്ട് പിന്നെ എനിക്ക് നടന്നു വരണ്ടേ. എന്നിട്ട് എനിക്ക് ദേഷ്യപ്പെട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ സിസ്റ്റർ പിക്ക് ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ പിക്കപ്പ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവിട്ടു. അപ്പം ഇവിടെ നമ്മുടെ ഒരു മലയാളി കടയുണ്ട് കേട്ടോ, മീൻ വാങ്ങാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ഞാൻ മൊബൈൽ തന്നില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാൻ സാരമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവളും മീൻ വാങ്ങിച്ച്, ഞാൻ ഒരു മീൻ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഈ പാംപ്ലെറ്റ് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു മീൻ വാങ്ങിച്ചു, അത് ഭയങ്കര റേറ്റ് അല്ലേ. എന്നിട്ട് അവൾ ഏതൊക്കെയാ മീൻ വാങ്ങിച്ച്, ഒരു അയലയും, കന്നഡയിൽ ഇവിടെ ബാങ്കട എന്നാണ് പറയുന്നത് കേട്ടോ അയലയ്ക്ക്. അവർ മാംഗ്ലൂരാണ്, മലപ്പ. നമുക്ക് കൂടുതലും ഈ മാംഗ്ലൂരിൽ നിന്നൊക്കെയല്ലേ ഫിഷ് വരുന്നത്. അപ്പം അവരൊക്കെ ഇഷ്ടം പോലെ ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്, നമ്മളെപ്പോലെ തന്നെയാണ് മാംഗ്ലൂരുകാർ, മംഗലാപുരം. എന്നിട്ട് അവൾ 2 ടൈപ്പ് മീൻ വാങ്ങിച്ചു. ഒരു അയല മീനും പിന്നെ ഒരു മീൻ ഞാൻ മറന്നു, എനിക്ക് പേരറിയില്ല കേട്ടോ.
അപ്പോൾ വാങ്ങിയിട്ട് പോയി അവൾ എന്നെ വീണ്ടും ഇവിടെ വരെ കൊണ്ടുവിട്ടു. ഇപ്പം ഞാനുണ്ടല്ലോ ചോറും കറിയും വെച്ചിട്ട് മീൻ വറുത്തു. എന്നിട്ട് ഉണക്കപ്പയർ തോരനുണ്ടായിരുന്നു, ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചപ്പയർ തോരനും വെച്ചിട്ട് എനിക്ക് ചോറുണ്ടെന്ന് ഭയങ്കര ആഗ്രഹം. എന്നാന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഉപ്പുമാവ് കൊണ്ടുപോയി, എനിക്ക് ഉപ്പുമാവ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് കഴിച്ചത്. ആ ഉപ്പുമാവിലൂടെ എന്നാ കഴിച്ചെന്നറിയോ? പപ്പടം ഞാൻ പറഞ്ഞില്ലായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ഈ നമ്മുടെ എരിവുള്ള പപ്പടം, ഈ പെപ്പറൊക്കെ ഇട്ട പപ്പടമാണ് കേട്ടോ. അതും കഴിച്ച് പിന്നെ നമ്മൾ പയറ് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, തോരൻ വെക്കാനല്ലേ, കുറച്ച് വെള്ളം കൂടിപ്പോയി, ആ വെള്ളം കൂടെ ചായ പോലെ കുടിച്ചു. അപ്പം വീടൊക്കെ തുടച്ച് കഴുകി കുറച്ച് ക്ലോത്തൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, എല്ലാം വിരിച്ചിട്ടു. അപ്പം ഞാനിങ്ങനെ വന്നു ഒരു 5 മിനിറ്റ്, ഭയങ്കര മടുത്തു കേട്ടോ. ഞാനിങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ കിടന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ബാക്കി വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഒരു പൊട്ടിപ്പെട്ടല്ലേ ഞാൻ, എൻ്റെ കർത്താവ് ഡ്യൂട്ടി ലിസ്റ്റ് നോക്കാതെ പോയി. ഭയങ്കര എനിക്ക് മോർണിംഗ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊരു വർക്കൗട്ടും ആകുമല്ലോ, എക്സസൈസും ആകുമല്ലോ. ഞാനാണെങ്കിലുണ്ടല്ലോ 5 മണിക്ക് അലാറം വെച്ച്, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും പാർക്കിൽ പോകാമെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഇരുന്നേ. അപ്പോൾ ഉണ്ട് ഇങ്ങനെയായി. അപ്പം എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴുണ്ടല്ലോ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പം ഞാൻ ആദ്യം കറികളാണ് എടുക്കുന്നത്, എല്ലാവരും ചോറല്ലേ എടുക്കുന്നത്. അപ്പം എനിക്ക് ആകെ 3 കൂട്ടം കറിയേ ഉള്ളൂ കേട്ടോ. ചാറ് കറിയല്ല, എനിക്ക് തോരൻ കൂട്ടി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ എടുക്കട്ടെ കേട്ടോ. സമയം 1 o'clock ആയി, റെഡി ആയിട്ട് ഒരു 1:30ക്ക് ഞാൻ ബുക്ക് ചെയ്യും. 15 മിനിറ്റ്സ് 10-15 മിനിറ്റ്സിനൊന്നും വേണ്ട, 3 മിനിറ്റ്സിൽ ഇവിടെ വണ്ടി എത്തും. അപ്പോൾ ആദ്യം ഞാൻ വൻപയർ തോരൻ എടുത്തേട്ടോ. അത് കഴിഞ്ഞ് ഇതില്ലേ നമ്മുടെ പച്ചപ്പയർ, ഇതെന്തറിയോ ഇളം പച്ചല, ഡാർക്ക് പച്ച കളറാണ് ഇത് കേട്ടോ, കാണുന്നുണ്ടോ? പിന്നെ നമുക്ക് മീൻ വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ പാംപ്ലെറ്റാണേ, മീൻ നമ്മുടെ ഫേവറേറ്റ് അല്ലേ. അപ്പോൾ ചെറുതാട്ടോ, ഞാൻ ചെറിയതൊരെണ്ണമല്ലേ വാങ്ങിച്ചപ്പോൾ 2 ഉണ്ട്, ബാക്കി ഇനി 3 പീസ് കൊണ്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചോറെടുക്കാം. ഇത് കേട്ടോ ചോറ്, ഇത് ബുള്ളറ്റ് റൈസ് ആണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? ചാറുകറിയിൽ ഒരു മോര് കൂടെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ, തോരൻ വെച്ച് ഇങ്ങോട്ട് കഴിക്കും. അപ്പോൾ കണ്ടില്ലേ, പയർ തോരനും പിന്നെ വെയിലായതുകൊണ്ട് അധികം ഭയങ്കര ഷാഡോ അല്ലേ, പയർ തോരനും മീൻ വറുത്തതും പിന്നെ പച്ചപ്പയർ തോരനും, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ കൊണ്ട് കഴിക്കട്ടെ, എന്നിട്ട് മുടിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് വേണം പോകാൻ. കുറേശ്ശെ മഴ തൊടുന്നുണ്ട് കേട്ടോ, മഴക്കാറുണ്ട്, മേഘമൊക്കെ നല്ല കറുത്തിരുണ്ട്, കുറേശ്ശെ ഇതുണ്ടോ, കുറച്ച് തൂളിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ വലുതായിട്ടൊന്നും റെഡി ആകുന്നില്ല, ജസ്റ്റ് ഒരു ഗ്ലിസറിനും റോസ് വാട്ടർ കൂടെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി അവിടെ ചെയ്ത് കണ്ണും ഒക്കെ എഴുതാമല്ലോ. മീൻസ് ബൈക്കല്ലേ, ഓട്ടോയ്ക്കല്ലേ പോകുന്നത്, ബൈക്കല്ല കേട്ടോ, ബൈക്ക് ഇപ്പം സ്റ്റോപ്പ് ചെയ്തല്ലോ, ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുണ്ടോ, പൊട്ടെന്തായാലും തൊടും, പൊട്ട് മിസ് ചെയ്യാറില്ല, കാരണം നമുക്ക് പൊട്ട് തൊടണം നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഓട്ടോ ബുക്ക് ചെയ്യട്ടെ. സൺറൈസ് ഒന്നും കാണുന്നില്ല, സൂര്യൻ്റെ വെളിച്ചമായതുകൊണ്ട് അതിന് ഈ സമയത്തുണ്ടല്ലോ ഇവിടെ വീടെടുക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ്. അപ്പം ഞാൻ റെഡിയായി കേട്ടോ, റെഡിയൊന്നും ആയി. അപ്പം നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം, ബൈ.